നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര സ്വർണ്ണവില ആദ്യമായി $3000 കടന്ന് സർവകാല റെക്കോർഡിട്ടു. ഇന്നലെ രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില $2,990 ആയിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ പവന് ചരിത്രത്തിൽ ആദ്യമായി 65,000 രൂപ കടന്നു. അന്താരാഷ്ട്ര വില ഉയർന്നതോടെ സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വീണ്ടും റെക്കോർഡിടും. ലോക്സഭാ മണ്ഡല പുനർനിർണയ തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എതിർപ്പ് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റേത് ധൃതി പിടിച്ച നീക്കമെന്നും വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തീർക്കണമെന്നും അഭിപ്രായ സമന്വയത്തിലൂടെയാകണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. കളമശ്ശേരി വിദ്യാഭ്യാസ ഹബ്ബ് ആണെന്നും ആ നിലയിൽ തന്നെ കളമശ്ശേരിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ലഹരി വിഷയത്തിൽ കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ആകാശ് റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കഞ്ചാവിൻ്റെ ഉറവിടം കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചു. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക SFI നേതൃത്വത്തെ തള്ളി SFI സംസ്ഥാന നേതൃത്വം. SFI പ്രവർത്തകനും ജാഗ്രത കുറവുണ്ടായെന്നും നടപടിയുണ്ടാകുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് പറഞ്ഞു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പിടിച്ചെടുത്ത ലഹരിയുടെ ഉറവിടം കണ്ടെത്തണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് ആവശ്യപ്പെട്ടു. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻ MLA PV അൻവറിൻ്റെ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന MR അജിത് കുമാറും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക കേന്ദ്ര അനുമതിക്കായി അയച്ചു. 6 പേരുടെ പട്ടികയിൽ മനോജ് എബ്രാഹവും ഉണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിനും UDFനും അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും K. സുധാകരൻ പ്രവർത്തകരോട് പറഞ്ഞു. സ്വന്തം പേരുള്ള പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാൻ മാർച്ച് 31 വരെ അവസരമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹന ഉപയോഗശൂന്യമാകുകയോ വിറ്റുപോയെങ്കിലും ഉടമസ്ഥത മാറാതെ ഇരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരമില്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാമെന്ന് MVD അറിയിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് അടിയന്തര ശസ്ത്രക്രിയ. ബ്ലോക്ക് കണ്ടതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി നടത്തി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിലാണ് ആനന്ദകുമാർ ഇപ്പോൾ. മൂവാറ്റുപുഴ കേസിൽ 2ാം പ്രതിയായ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ജാമ്യം തേടി പ്രതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവാഹം നടന്നില്ലെന്ന കാരണം കൊണ്ട് മാത്രം 2 വ്യക്തികൾ തമ്മിൽ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടത്തിയ ശേഷം പിന്നീട് ബലാത്സംഗം നടന്നെന്ന ആരോപണം ഉന്നയിക്കാനാവില്ല. പട്ടാമ്പി കൊപ്പം സ്വദേശിക്കെതിരെ യുവതി നൽകിയ കേസ് റദ്ദാക്കിയുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ വിലയിരുത്തൽ. മയക്കുമരുന്നിനെതിരെ എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കാൻ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യ മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകി. മാർച്ച് 12 വരെ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഒരാഴ്ച കൂടി ദീർഘിപ്പിക്കും. ഡ്രൈവിൻ്റെ ഭാഗമായി മാർച്ച് 5 മുതൽ 12 വരെ എക്സൈസ് നടത്തിയത് 3568 റെയ്ഡുകളാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ 450 അബ്കാരി കേസുകളും 2028 പുകയില കേസുകളും പിടിച്ചെടുത്തിട്ടുണ്ട്.
സെക്യൂരിറ്റി ജീവനക്കാർക്ക് തൊഴിലുടമ ഒരുക്കേണ്ട സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശവുമായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ കടകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും സ്ഥാപനത്തിന് പുറത്തും തുറസായ സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് തൊഴിലുടമകൾ ഇരിപ്പിടം, കുട, കുടിവെള്ളം, മറ്റ് അടിസ്ഥാന സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കണമെന്ന നിർദ്ദേശങ്ങൾ തൊഴിലുടമകൾ പാലിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നാണ് തൊഴിൽ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. KSRTC ബജറ്റ് ടൂറിസം സംഘടിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ ട്രിപ്പുകൾ വൻ വിജയം. ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഏകദേശം 106 ബസ്സുകൾ ഉപയോഗിച്ച് 5000-ഓളം ഭക്തജനങ്ങളെ പൊങ്കാലയ്ക്കായി എത്തിക്കാൻ KSRTCക്കായി. കൂടാതെ KSRTC മെഡിക്കൽ കെയർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആവശ്യമായ വൈദ്യസഹായവും ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിരുന്നു. പുതിയ കത്തോലിക്കയെ വാഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യാക്കോബായ സഭയ്ക്കെതിരെ വിമർശനവുമായി വീണ്ടും ഓർത്തഡോക്സ് സഭ. പുതിയ കത്തോലിക്കയെ വാഴിക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന നിലപാട് ആവർത്തിച്ച ഓർത്തഡോക്സ് സഭ മലങ്കര സഭയിലെ സമാധാനത്തിന് പാത്രിയാർക്കീസ് തുരങ്കം വെക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മന്ത്രി അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ED നോട്ടീസ് നൽകിയത് നേരത്തെയുള്ള ഗൂഢാലോചനയുടെ തുടർച്ചയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. സഹകരണ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഏജൻസിയുടെയും ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്തരിച്ച ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തനവുമായ KK കൊച്ചിൻ്റെ മൃതദേഹം കടുത്തുരുത്തിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടത്തിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൻ ഉൾപ്പെടെയുള്ള അർഹരെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ഉദ്യോഗസ്ഥരുടെ വലിയ വീഴ്ച തന്നെ കാരണമാണെന്ന് CPIയുടെ പഞ്ചായത്ത് അംഗം ഷൈജ പറഞ്ഞു. അതേസമയം ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിന് എതിരെ പ്രതിഷേധവുമായി കൂടുതൽ ദുരിതബാധിതർ രംഗത്തെത്തി. കേരളത്തിലെ ബ്രാഹ്മണർ പാവങ്ങളാണെന്ന പ്രസ്താവനയുമായി മുൻ മന്ത്രി G സുധാകരൻ തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ ഭൂരിപക്ഷം ബ്രാഹ്മണ കുടുംബങ്ങളും ഇപ്പോൾ പട്ടിണിയിലാണെന്നും കേരളത്തിൽ അവർക്ക് ഭൂമിയില്ലെന്നും പറഞ്ഞ സുധാകരൻ വല്ല സർക്കാർ ഉദ്യോഗമോ ക്ഷേത്രത്തിലെ പൂജയോ അല്ലാതെ അവർക്കെന്താണുള്ളതെന്നും ചോദിച്ചു. കിളക്കാനും കുഴിക്കാനും ഒന്നും അവർക്ക് പറ്റില്ലെന്നും അത് പരമ്പരാഗതമായിട്ടുള്ള ജനസ്റ്റിക് ഡെവലപ്മെൻ്റാണെന്നും G സുധാകരൻ കൂട്ടിച്ചേർത്തു. ശബരിമല തീർത്ഥാടകർക്ക് ഫ്ലൈ ഓവർ കയറാതെ കൊടിമരച്ചുവട്ടിൽ നിന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി ദർശനം നടത്താനുള്ള സൗകര്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുക്കി ദേവസ്വം ബോർഡ്. ഫ്ലൈ ഓവർ ഒഴിവാക്കി കൊടിമരത്തിന് ഇരുവശങ്ങളിലൂടെയും ബലികൽപ്പുര കയറി ഇനി ദർശനം നടത്താം. പുതിയ മാറ്റത്തിലൂടെ 18ാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കുമെന്നതാണ് പ്രത്യേകത. വിഷുപൂജയ്ക്കായുള്ള തിരക്ക് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്നതെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.